നമസ്കാരം. കേരളം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണത്തിനുള്ള സങ്കേതമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് 1000 കോടി രൂപ ചെലവഴിച്ച് 4 ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്പേസ് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിളപ്പിൽശാലയിലെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പണികഴിപ്പിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിളപ്പിൽശാല നെടുങ്കുഴിയിൽ ഏറ്റെടുത്ത 100 ഏക്കറിലാണ് സർവകലാശാല ക്യാമ്പസ് നിർമ്മിക്കുന്നത്. സമ്പൂർണ്ണ ക്യാമ്പസ് നിർമ്മാണത്തിന് 1000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനായി 42 കോടി രൂപ സർവകലാശാല തനത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കും. ക്യാമ്പസ് നിർമ്മാണത്തിന് 71 കോടി രൂപ ഈ വർഷം ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ചടങ്ങിന് IB സതീഷ് MLA സ്വാഗതം പറഞ്ഞു. മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിച്ചു. അതേസമയം 4ാം ദിവസവും ധനപ്രതിസന്ധി നീങ്ങാത്തതിനാൽ ട്രഷറി വഴി ശമ്പളവും പെൻഷനും പിൻവലിക്കുന്നതിന് പ്രതിദിനം 50,000 രൂപ പരിധി നിർണയിച്ച് സർക്കാർ. ശമ്പളം അനുവദിച്ച ശേഷം പിൻവലിക്കുന്നതിന് പരിധി വയ്ക്കുന്നതും ആദ്യമായാണ്. 1ാം പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ടിയിരുന്ന 1 ലക്ഷത്തോളം പേരിൽ ഭൂരിഭാഗത്തിനും ഇന്നലെ ശമ്പളം വിതരണം ചെയ്തു. ഇന്നലെ ശമ്പളം ലഭിച്ചവരിൽ ബാങ്ക് വഴി ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളത്തുകയും അക്കൗണ്ടിലെത്തി. ഇവർക്ക് പിൻവലിക്കൽ നിയന്ത്രണമില്ല. ട്രഷറിയിലെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ശമ്പളവും പെൻഷൻ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പെൻഷനും പിൻവലിക്കുന്നവർക്കാണ് നിയന്ത്രണം. ആകെയുള്ള 5.25 ലക്ഷം സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ്, റവന്യൂ, പോലീസ്, ട്രഷറി, GST, രജിസ്ട്രേഷൻ, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ഇന്നലെ ശമ്പളം വിതരണം ചെയ്ത് തുടങ്ങിയത്. ബാക്കിയുള്ളവർക്ക് ഇന്നും നാളെയുമായി ശമ്പളം വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത്. ട്രഷറിയിലെ സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ TSB അക്കൗണ്ടിൽ എത്തുന്നതിനാൽ പിൻവലിക്കുന്നതിന് തടസ്സമുണ്ട്. ഇത് വൈകാതെ നീക്കുമെന്ന് ട്രഷറി അധികൃതർ വ്യക്തമാക്കി. ഫലത്തിൽ TSB, ETSB, PTSB അക്കൗണ്ടുകളിൽ നിന്നുള്ള പിൻവലിക്കലിന് 50,000 രൂപയെന്ന പരിധി വെച്ചതോടെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമല്ല ട്രഷറിയിൽ അക്കൗണ്ടുള്ള പൊതുജനങ്ങൾക്കും നിയന്ത്രണം ബാധകമായി. ഇതിനിടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നൈറ്റ് ലൈഫ് പദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ കേരള ഖര മാലിന്യ പദ്ധതിയുടെ ഭാഗമായി സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂമി തരംമാറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താലൂക്കിന് ഒരാൾ എന്ന നിലയിൽ 88 ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല നൽകാനുള്ള നിയമ ഭേദഗതി പാസാക്കി. എന്നാൽ ഗവർണറുടെ അനുമതി കിട്ടിയിട്ടില്ല. ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. 4,02,000 അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചാൽ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിഥി തൊഴിലാളികൾക്ക് താമസത്തിന് പാലക്കാട് കഞ്ചിക്കോട് അപ്നാഘർ പദ്ധതി ആരംഭിച്ചു. കോഴിക്കോട് കിനാലൂരിലും കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിലും ഇതിന്റെ പുതിയ പദ്ധതികൾ തുടങ്ങും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ വനത്തോട് ചേർന്നുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കും. വയനാട്ടിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കും. പുതിയ 2 റാപ്പിഡ് റെസ്പോൺസ് സെന്ററുകളും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.